ആക്യുറേറ്റ് ക്ലിനിക് ആപ്പിലേക്ക് സ്വാഗതം. മെയിൻലി ക്ലിനിക് ആപ്ലിക്കേഷനിൽ 4 മൊഡ്യൂൾസാണ് വരുന്നത്: പേഷ്യൻ്റ്, ഹോസ്പിറ്റൽ, ലബോറട്ടറി, ഫാർമസി. ഫസ്റ്റ് പേഷ്യൻ്റ് മൊഡ്യൂൾ. അപ്പോൾ നമ്മൾ അഡ്മിനായിട്ട് ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഡാഷ്ബോർഡ് വരുന്നത്. ഡാഷ്ബോർഡിൽ മെയിൻലി ഒരു ഗ്ലോബൽ സെർച്ച്, പിന്നെ ഇവിടെ വരുന്നത് ഒരു സെർച്ച് ബാറാണ്. അതിൽ വരുന്നത് എത്ര കിലോമീറ്ററിനുള്ളിലുള്ള ഡോക്ടേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യണം. 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 15 കിലോമീറ്റേഴ്സ് ഗ്യാപ്പിലുള്ള ഡോക്ടേഴ്സിനെ സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ റെക്കമെൻഡ് ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് കാണാം. അത് നമുക്ക് സ്ക്രോൾ ചെയ്ത് ഡിഫറെൻറ്റ് ഡോക്ടേഴ്സിന് ഇവിടെ തന്നെ ഷോർട്ട് കട്ടിലൂടെ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ വെച്ചാൽ റെക്കമെൻഡ് ഫാർമസീസ്, റെക്കമെൻഡ് ലബോറട്ടറി. പേഷ്യൻസിന് ഡയറക്റ്റ് ഫാർമസിയിലേക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുകയോ ലബോറട്ടറിയിലേക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുകയോ ചെയ്യാം. സെക്കൻഡ് ടാബ് ഫോർ പേഷ്യൻറ്റിന് ബുക്കിംഗ് ആണ്. അതായത് ഡേറ്റും ഏരിയയും വെച്ച് ഡോക്ടറിനെ സെർച്ച് ചെയ്തെടുക്കാൻ ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ഡോക്ടറെ സെർച്ച് ചെയ്യാം, നേരെ അപ്പോയിൻമെൻറ്റിലേക്ക് ചെയ്യാം. അതുപോലെ തന്നെ ലൈവ് എന്നൊരു ടാബുണ്ട്. ലൈവ് ടാബിൽ നമ്മൾ മെയിൻലി ലൈവായിട്ടുള്ള അതായത് ഇപ്പോൾ ഈ പേഷ്യൻ്റ് എടുത്തേക്കുന്ന അപ്പോയിൻമെൻറ്റ്സുകൾ ലാബിലേക്കുള്ള അപ്പോയിൻമെൻറ്റ്സ്, ഫാർമസിയിലേക്കുള്ള അപ്പോയിൻമെൻറ്റ്സ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ പേഷ്യൻ്റെ ഹിസ്റ്ററി ടാബിൽ നമുക്ക് കാണാൻ പറ്റും. പഴയ കൺസൾട്ടേഷൻസ്, ലാബ്സ്, ഫാർമസി ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അക്കൗണ്ട് ടാബ് കൂടെ ഉണ്ട്. അക്കൗണ്ട് ടാബിലാണ് നമ്മൾ മെമ്പേഴ്സിന് ആഡ് ചെയ്യും. അതായത് ഈ പേഷ്യൻറ്റിന് അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടി ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. ഓൾറെഡി 2 ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. നമുക്ക് ഇൻ അഡീഷൻ ടു ഈ മെമ്പേഴ്സിന് നമുക്ക് പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു ആഡ് ബട്ടൺ അടിക്കുമ്പോൾ അവരുടെ നെയിം, പാൻഡമിക് ഡിസീസസ്, അഡ്രസ്സ് എല്ലാം ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് കൂടി ഇയാളുടെ ഫാമിലി മെമ്പറിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നമുക്കൊരു ലൈവ് ബുക്കിംഗ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ബുക്കിംഗ് ടാബിലേക്ക് പോകാം. ഇതിന് പെർട്ടിക്കുലർ ഡോക്ടർ, ഞാൻ ഈ ഡോക്ടർ അരുൺ എന്ന് പറയുന്ന ഡോക്ടറിനെ സെലക്ട് ചെയ്യണം. ഡോക്ടർ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഡോക്ടറിനെ നേരെ കോൾ ചെയ്യാനൊരു ഓപ്ഷൻ, ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ദെൻ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാം. ഏത് ദിവസത്തേക്ക് ഉള്ള ഡേറ്റ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ ദിവസത്തെ ടൈം സ്ലോട്ട് കാണാൻ പറ്റും. ഓരോ ടൈം സ്ലോട്ടിൻ്റെ ഇടയിൽ 10 മിനിറ്റ് കൂടുന്ന സ്ലോട്ടുകൾ കാണാൻ പറ്റും. അവൈലബിൾ സ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഗ്രീൻ കാണാം. അത് ഓൾറെഡി ബുക്ക്ഡ് ആണെങ്കിൽ റെഡ് ആയിട്ട് കാണിക്കും. ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യുകയാണ്. സ്ലോട്ട് സെലക്ട് ആയിരിക്കുന്നു. അതാണ് അവൻ്റെ കൺഫർമേഷനാണ് താഴത്ത് കാണിച്ചിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിക്കുമ്പോൾ ഇവിടെ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ളൊരു സ്ക്രീൻ വരും. നമ്മൾ ഓൾറെഡി പേഷ്യൻസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊരു ആളെ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടുന്ന് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ബ്രീഫ്, അത് അയാളുടെ ഇൽനെസ്സിനെ കുറിച്ച് ബ്രീഫ്. ബുക്കിംഗ് ആഡ് ആയിരിക്കണം. നമുക്ക് ലൈവ് സ്ക്രീനിൽ പോയി ആ ബുക്കിംഗ് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ലാസ്റ്റ് എടുത്ത ബുക്കിംഗാണ് ഇവിടെ കാണുന്നത്. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണും. നമുക്ക് ഇവിടെ നിന്ന് തന്നെ അത് റീഷെഡ്യൂൾ ചെയ്യാനും ക്യാൻസൽ ചെയ്യാനും ഇതുണ്ട്. അതുപോലെ തന്നെ ഡോക്ടറിന് പേയ്മെൻറ്റ്, അതായത്
കൺസൾട്ടേഷന് ശേഷം പേയ്മെൻറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അപ്പോയിൻമെൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ചെക്ക് ഇൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ പേഷ്യൻ്റ് ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ ചെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു ചെക്ക് ഇൻ ബട്ടൺ ചെയ്യുക. അപ്പോൾ ഡോക്ടറിന് അറിയാൻ പറ്റും ആ പേഷ്യൻ്റ് അവിടെ ഓൾറെഡി പ്രസൻറ്റഡ് ആണ്. അപ്പോൾ ആ പേഷ്യൻറ്റിനെ വിളിച്ചതിന് ശേഷം വേണം അടുത്ത പേഷ്യൻറ്റിനെ വിളിക്കാൻ. അതിന് ഒരു ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ചെക്ക് ഇൻ കൊടുത്തത്. ഇപ്പോൾ ചെക്ക് ഇൻ കൊടുത്ത് ഇപ്പോൾ പേഷ്യൻ്റ് അവിടെ ചെന്നതായിട്ട് ഡോക്ടറിനെ കാണാൻ പറ്റും. ഇതാണ് നമുക്ക് പേഷ്യൻ്റ് മൊഡ്യൂൾസിൽ വരുന്നത്. നെക്സ്റ്റ് ഡോക്ടർ.